കോവിഡ് സംസ്ഥാനത്തെ വിനോദസഞ്ചാര മേഖലയോട് നട്ടലൊടിച്ചുവെന്ന് കണക്കുകൾ. കഴിഞ്ഞ സാമ്പത്തിക വർഷം 20,000 കോടിയുടെ നഷ്ടമാണ് ടൂറിസം മേഖലയിൽ രേഖപ്പെടുത്തിയത്. വിനോദസഞ്ചാര മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്ന ആയിരക്കണക്കിന് പേരാണ് തൊഴിൽ നഷ്ടം നേരിട്ടത്. രാജ്യത്ത് തന്നെ ഏറ്റവും വളർച്ച നേടുന്ന ടൂറിസം മേഖല കേരളത്തിൻ്റെതാണ്. വലിയ വെള്ളപ്പൊക്കങ്ങൾക്ക് ശേഷവും 2019 45,019 കോടി വിനോദസഞ്ചാര മേഖല കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് സംഭാവന ചെയ്തു. എന്നാൽ തൊട്ടടുത്ത വർഷം ഇത് 70% കുറഞ്ഞു, 20,000 കോടിയുടെ നഷ്ടം രേഖപ്പെടുത്തി. 2019 1.19 ദശലക്ഷം വിദേശ വിനോദസഞ്ചാരികളും 18.4 ദശലക്ഷം ആഭ്യന്തര സഞ്ചാരികളും കേരളത്തിലെത്തി. എന്നാൽ കോവിഡ് പടർന്നു പിടിച്ചതോടെ ഇത് കുത്തനെ ഇടിഞ്ഞു. ടൂറിസം മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്ന ആയിരക്കണക്കിന് പേർക്കാണ് തൊഴിൽ നഷ്ടമുണ്ടായത്. 2020 ഇന്ത്യയിലാകെ എത്തിയത് 27 ലക്ഷം വിദേശ സഞ്ചാരികളാണ്. ഇതിൽ 3.4 ലക്ഷം പേർ കേരളത്തിലെത്തി. മുൻപിലത്തെ വർഷത്തേക്കാൾ 74% കുറവാണിത്. എറണാകുളവും തിരുവനന്തപുരവുമാണ് സംസ്ഥാനത്ത് ഏറ്റവും അധികം വിദേശ സഞ്ചാരികൾ എത്തുന്ന ഇടം. 2019 5 ലക്ഷത്തോളം വിദേശ സഞ്ചാരികൾ എറണാകുളത്തെത്തി. എന്നാൽ 2020 അത് 3 ലക്ഷമായി കുറഞ്ഞു. തിരുവനന്തപുരത്ത് 2019 3 ലക്ഷം സഞ്ചാരികൾ എത്തിയത് 2020 90,000 സഞ്ചാരികൾ മാത്രം. ടൂറിസം മേഖലയിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെടുന്നതാണ് ആസൂത്രണ ബോർഡ് തയ്യാറാക്കിയ സാമ്പത്തിക അവലോകന റിപ്പോർട്ട്. ന്യൂസ് 18 തിരുവനന്തപുരം.